നമസ്കാരം, ഞാൻ ദീപു. എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോക്കസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു വരുന്ന പുതിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടിയാണ്. അപ്പം എന്തായാലും എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഫോക്കസ് എന്ന് പറയുമ്പം ക്യാമറയ്ക്കകത്ത് ഫോക്കസിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, ലെൻസിനകത്തും ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ലെൻസിനകത്ത് നമ്മൾ നോക്കുമ്പം ഒട്ടുമിക്ക കനോൺ ലെൻസ് ആയാലും നിക്കോണിൻ്റെ ലെൻസുകളായാലും അതിനകത്ത് AF പോയിൻറ്റും MF, അതായത് മാനുവൽ ഫോക്കസ് AF പോയിൻറ്റും ഓട്ടോമാറ്റിക് ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണും. ഇതുപോലെ AF ആൻഡ് MF ഇങ്ങനെ ഒരു സ്വിച്ച് കാണും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം L സീരീസ് ലെൻസുകൾ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള വില കൂടിയ ലെൻസുകളിലല്ലാത്ത ലെൻസുകളിൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ സ്വിച്ച് ഏത് പൊസിഷനിൽ ഇട്ടിട്ടും ഇത് തിരിക്കരുത്, ഫോക്കസ് റിങ് തിരിക്കരുത്. മാനുവൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലെൻസ് നമ്മൾ മാനുവലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് മാനുവൽ, അതായത് MF എന്നുള്ളതിലേക്ക് തിരിച്ച് മാറ്റി ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ഇട്ടതിന് ശേഷമായിരിക്കണം മാനുവൽ ഫോക്കസ് ചെയ്യാൻ. അതല്ലാതെ മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് റിങ്, ഈ ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫോക്കസ് റിങ് എല്ലാ ലെൻസുകളിലും ഉണ്ടായിരിക്കും. സൂം ലെൻസ് ആണെങ്കിൽ സൂം ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു റിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് AF ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അതായത് ഫോക്കസിന് വേണ്ടിയുള്ള റിങ്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ലെൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പം സാധാരണ, അതായത് 1855, 18135 അങ്ങനെയൊക്കെയുള്ള തുടങ്ങിയ ലെൻസുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ദയവായിട്ട് AF പോയിൻറ്റ് പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ ഇതിനകത്ത് തൊടാവൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ചെറിയ ലോക്കുണ്ട്, അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കൾ അത് ഉപയോഗിക്കുമ്പം സൂക്ഷിക്കണം. ഇനി നോർമലി നമ്മളെപ്പോഴും ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സാഹചര്യങ്ങളും AF പോയിൻ്റ് ഇടുന്നതായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗാണ് AF പോയിന്റിൽ ഇട്ടുന്നത്. ഇത് AF പോയിന്റിൽ ഇട്ടതിന് ശേഷം അടുത്ത ക്യാമറയിലേക്കുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞു വരാം. ഇനി അതിനു മുമ്പ് എന്താണ് ഈ ഫോക്കസ് എന്ന് പറയുക? അതായത് ആ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തു, അതായത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഒരു സീനറി എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഫോക്കസ് ആയിരിക്കണം. അതായത് ഇനിയിപ്പോൾ ഒരു മനുഷ്യൻ, അതായത് ഒബ്ജക്റ്റിനെ മാത്രം വെച്ചിട്ട് ഒരു പോർട്രേറ്റ് എടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ പോർട്രേറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ പ്രസക്തി ആ എടുക്കുന്ന ഒബ്ജക്റ്റിനാണ്. അപ്പം അത് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടിരിക്കുക. അതിന് ബോക്കെ എന്നാണ് പറയുന്നത്, അങ്ങനെ വരുന്നതിന്. അപ്പോൾ ഇങ്ങനെ, അതായത് അപ്പോൾ അതാണ് ആ ഫോട്ടോഗ്രാഫർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഫോട്ടോഗ്രാഫി എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ളതൊന്നും പ്രസക്തമായ ഭാഗങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രം തിരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെയുള്ള ക്രിയേറ്റീവ് ഷോട്ട്സുകൾ, പിന്നെ ഏതെങ്കിലും പ്രത്യേക വസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ. അപ്പം ഏതാണോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ഫോക്കസ് ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് പോലുള്ള ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം സ്കൈയും എല്ലാം ഫോക്കസ് ആയിരിക്കണം. അപ്പോൾ അതെല്ലാം ഫോക്കസ് ആക്കി എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പം ഇത് പലതരത്തിലുള്ള സെറ്റിങ്സ് കൊണ്ടും പറ്റും, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടും പറ്റും. അപ്പം ഇതാണ് ജനറലി ഫോക്കസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയേണ്ടി വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലെൻസിനകത്ത് AF സ്വിച്ചും MF ഉണ്ട്, അതായത് ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും. അത് ഇടുക. അപ്പോൾ ഇനി AF ഇട്ടതിന് ശേഷം നമ്മുടെ ക്യാമറയ്ക്കകത്തേക്ക് പോകാമെന്ന് വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കുറച്ച് ഡോട്ടുകൾ കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ AF പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഓട്ടോ ഫോക്കസ് പോയിന്റ്സ്. ഇതിൽ തന്നെ ക്രോസ് ടൈപ്പ് ഉണ്ട്, അല്ലാത്ത തരത്തിലുള്ളതും ഉണ്ട്. അപ്പം എല്ലാ ക്യാമറകളിലും സെൻട്രലിൽ ഒരു പോയിന്റും അതിലൊരു വട്ടവും, പിന്നെ കുറേ ചുറ്റും, അതായത് ചിലതിനകത്ത് 7 എണ്ണമായിരിക്കും, ചിലതിൽ 9 ആയിരിക്കും, 61 പോയിന്റ്, 18, അങ്ങനെ പല തരത്തിൽ പല നമ്പറിലായിരിക്കും ഓരോ ക്യാമറയുടെയും സെൻസറിൻ്റെയും അതിൻ്റെ ഇത് അനുസരിച്ച്, മോഡൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ AF പോയിന്റുകൾ. അപ്പോൾ ഏതായാലും നമുക്കിപ്പം എല്ലാ ക്യാമറകളിലും സെൻട്രൽ എന്തായാലും ഒരെണ്ണം കാണും. അത് മിക്കവാറും ക്രോപ്പ് സൈസ് ആയിരിക്കും. പിന്നെ ക്രോസ് ടൈപ്പ് ഫോക്കസ് എന്ന് പറയുമ്പം ഈ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഫോക്കസിൻ്റെ അതിന് 2 പാർട്ടായിട്ടുണ്ട് ആ ഓരോ പോയിന്റുകൾക്കും. അപ്പോൾ അത് ക്രോസ് വരുന്നതാണെങ്കിൽ കൂടുതൽ ഷാർപ്പായിരിക്കും. അവിടെ വരുന്ന ഫോക്കസുകളെല്ലാം നല്ല ഷാർപ്പായിരിക്കും, നല്ല രീതിയിൽ ഫോക്കസ് ആയിരിക്കും. അപ്പോൾ എല്ലാ പോയിന്റുകളും അങ്ങനെയുള്ള ക്രോസ് ടൈപ്പ് ആവണമെന്നില്ല. അല്ലാതെ തന്നെ ക്രോസ് ടൈപ്പ് അല്ലാത്ത ലെൻസ് പിന്നെ ഫോക്കസ് ഉള്ളതും കാണും. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, പല മോഡലുകൾക്ക് പലതായിരിക്കും. ചിലതിൻ്റെ എല്ലാം ക്രോസ് ടൈപ്പ് ആയിരിക്കും, ചിലതിന് 1 2 മാത്രമേ കാണൂ. അപ്പം ഇനി അതിനകത്ത് തന്നെ നമുക്ക് ഫുൾ ഓട്ടോ ഉണ്ട്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന സ്വിച്ചിൽ നിൽക്കുമ്പം നമുക്കിത് ഓരോന്നും ഡയൽ മാറ്റാൻ പറ്റും. എന്നിട്ട് ആ ഡയൽ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ഓരോ സെക്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു ക്യാമറയിലാണെങ്കിൽ സെൻറ്റർ പോയിൻ്റ്,
ഓട്ടോമാറ്റിക് ഓൾ പോയിന്റ്, പിന്നെ ഓരോ പോയിന്റുകൾ ഇങ്ങനെ അതിനനുസരിച്ച് മാറുന്നത് കാണാം. ഇപ്പം നോർമലി നമ്മൾ അതിനകത്ത് ഇതെല്ലാം ഓട്ടോ ഫോക്കസ് ആണെങ്കിൽ പോലും ഈ ഓട്ടോ ഫോക്കസിൽ ഫുൾ ഓട്ടോ മോഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അതായത് എല്ലാ കുത്തുകളും സെലക്ട് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ക്യാമറ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ഏതാണോ വേണ്ടതെന്നുള്ളത്. അതായത് നമ്മളിപ്പം ഒരു 3-4 പേര് നിൽക്കുന്നു, ഇങ്ങനെ കാണുന്നു, ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന പോയിന്റ് ആയിരിക്കത്തില്ല ക്യാമറ സെലക്ട് ചെയ്യുന്നത്. ക്യാമറയിലേക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ഏറ്റവും അടുത്തുള്ളത് ആ ഒബ്ജക്റ്റ് മാത്രമായിരിക്കും പിന്നെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നതായിരിക്കത്തില്ല ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അതിനകത്തുള്ള ഫുൾ സെലക്ഷൻ, ഫുൾ ഓട്ടോ എന്ന് പറയുന്ന ആ മോഡ് യാതൊരു കാരണവശാലും ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് സെലക്റ്റീവായിട്ട് നമുക്ക് വേണ്ടുന്ന പോയിന്റിലേക്ക് എടുക്കാൻ പറ്റത്തില്ല, സെലക്ട് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഏത് മോഡ് നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റോ അല്ലെങ്കിൽ ഫുൾ ഡാർക്കോ ആണെങ്കിൽ ഒരു കാരണവശാലും ആ പോയിന്റ് ഫോക്കസ് ആവത്തില്ല. അത് ക്യാമറയുടെ കംപ്ലൈൻ്റ് ആണെന്ന് പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്. അത് ക്യാമറയുടെ കംപ്ലൈൻ്റ് അല്ല, അതായത് കോൺട്രാസ്റ്റ് ഉള്ള ഏതെങ്കിലും എഡ്ജുള്ള എന്തെങ്കിലും സാധനം ഉള്ളിടത്ത് മാത്രമേ ഈ ഫോക്കസ് പോയിന്റുകൾക്ക് പിടിക്കാൻ സാധിക്കൂ, ഓട്ടോ ഫോക്കസ് പോയിന്റുകൾക്ക്. അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിൽ പ്യുവർ വൈറ്റ് ആയിട്ടോ പ്യുവർ ബ്ലാക്ക് ആയിട്ടോ ഉള്ളതിനകത്ത് ഫോക്കസ് ചെയ്യുമ്പം ഇത് വെറുതെ ഫോക്കസ് റീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലാതെ, ഫോക്കസ് സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലാതെ യാതൊരു കാരണവശാൽ അത് ഫോക്കസ് ചെയ്യത്തില്ല. കാരണം അതിനൊരു ഒബ്ജക്റ്റ് കിട്ടുന്നില്ല. ഇനി അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ഈ സിംഗിൾ പോയിന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സിംഗിൾ പോയിന്റ് സോൺ സെലക്ഷൻ, അത് എല്ലാ ക്യാമറകളിലും ഇല്ല, ചില ക്യാമറകളാണ് സോൺ സെലക്ഷൻ ഉണ്ട്, പിന്നെ എക്സ്പാൻഡ് ചെയ്യാവുന്ന സൈസ് ഉണ്ട്, പിന്നെ ഓട്ടോയും ഉണ്ട്. അപ്പോൾ ഓട്ടോ ദയവായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഓട്ടോ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പല ചില സാഹചര്യങ്ങളിൽ നമുക്ക് അപ്രസക്തമായിട്ട് ക്രിയേറ്റീവായിട്ടൊന്നും വേണ്ട. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നതൊക്കെ എടുക്കാൻ വേണ്ടി ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചില തുടക്കക്കാർക്ക് ഉപയോഗിക്കാം. അല്ലാതെ നോർമൽ അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത പറയണമെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇപ്പോൾ സെൻട്രൽ ഒരു പോയിന്റ് എല്ലാ ക്യാമറയിലും ഉണ്ട്. അപ്പോൾ സിംഗിൾ പോയിന്റ് തന്നെ സെലക്ട് ചെയ്യുക, ഓട്ടോ ഫോക്കസ് തന്നെ ഹാഫ് പ്രസ്സിൽ തന്നെ അത് ഫോക്കസ് ആവും, ദെൻ ക്ലിക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾ തോന്നും ഇപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ സെൻട്രൽ മാത്രമല്ല ഈ പോയിന്റ്, എനിക്ക് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഫോക്കസ് ആൻഡ് റീകമ്പോസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മൾ ക്യാമറ വെച്ച് സെൻട്രൽ പോയിന്റ് വെച്ച് ആ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറ ഫ്രെയിം ചെയ്യും. ഫോക്കസ് ആൻഡ് റീകമ്പോസ് എന്ന് പറയും. അതായത് ഫ്രെയിം ചെയ്യുന്നത് പിന്നീടാണ്. ആദ്യം നമ്മളത് ഫോക്കസ് ചെയ്ത് സെൻട്രൽ പോയിന്റ് സിംഗിൾ പോയിന്റ് ഇട്ടിട്ട് ഫോക്കസ് ചെയ്തു, എന്നിട്ട് ഹാഫ് ക്ലിക്ക് ചെയ്ത് ട്രിഗർ ഫുള്ള് വിടാതെ കൈ റിലീസ് ചെയ്യാതെയും വീണ്ടും പ്രസ് ചെയ്യാതെയും ഫോക്കസ് ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ പതുക്കെ ക്യാമറ തിരിച്ച് എവിടേക്കാണോ നമുക്ക് വേണമെന്ന ഫ്രെയിം എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനാണ് ഫോക്കസ് ആൻഡ് റീകമ്പോസ് എന്ന് പറഞ്ഞ് ഉള്ളത്. പക്ഷേ അത് ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മിക്കവാറും അങ്ങനെയാണ് എടുക്കുന്നത്. സെൻട്രൽ പോയിന്റ് മാത്രം, സിംഗിൾ പോയിന്റാണ് ഞാൻ മിക്കവാറും എൻ്റെ സെറ്റിങ്സിലെല്ലാം ഇടുന്നത്. എന്നിട്ട് ഏത് ഒബ്ജക്റ്റാണ് ഇപ്പോൾ 3 പേര് നിൽക്കുന്നു, അതിനകത്ത് എനിക്ക് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കിയുള്ളവരുടെ ഫോക്കസിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആ വേണ്ടുന്ന ഒബ്ജക്റ്റ് അപ്പം ആ ഒരു ഫോക്കസ് മാത്രം എടുത്തുകൊണ്ട് ബാക്കി ഞാൻ റീകമ്പോസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ആ എടുക്കുന്ന ഒബ്ജക്റ്റ് സെൻറ്ററിൽ തന്നെ ആവണമെന്നില്ല, പുള്ളി സൈഡിലോ എവിടെയെങ്കിലും ആയിരിക്കും, അവിടെ ആണെങ്കിൽ പോലും ആ ഫോക്കസ് ചെയ്തതിന് ശേഷം എടുക്കും. ഇനി ഈ ഫോക്കസിൻ്റെ കൂടെ തന്നെ അപ്പച്ചർ ഒരു ഘടകമാണ്. അപ്പച്ചറിൻ്റെ ക്ലാസ് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പറയാം. എഫ് സ്റ്റോപ്പ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഷാർപ്പായിട്ട് കിട്ടണമെന്ന് ഇല്ല. പക്ഷേ ഷാർപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരം ഘടകങ്ങളും കൂടെ, അപ്പച്ചറിൻ്റെ ഘടകവും പിന്നെ നമ്മൾ എടുക്കുന്ന ഏത് പോയിൻ്റാണോ എടുക്കുന്നത് എന്നുള്ളതും കൂടെ സൂക്ഷിച്ചിരിക്കും ബാക്കിയുള്ളതിൻ്റെ പിക്ചറിൻ്റെ ക്വാളിറ്റി. ഇനി കുറേ സുഹൃത്തുക്കൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോ എന്ത് തന്നെ ആയാലും ക്യാമറയിൽ ഓട്ടോ മോഡിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ട മാനുവൽ മോഡ് തന്നെ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമറ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലെൻസിന് ആദ്യം ഈ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ ലെൻസിൻ്റെ പോയിന്റ് മാറ്റി മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞ MFലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ കണ്ണ് വെച്ച് നമുക്ക് കൈ വെച്ച് തിരിച്ച് ഫോക്കസ് റിങ് എല്ലാ ലെൻസിനും ഉണ്ട്. ഏത് തരം ലെൻസിനായാലും ഒരു റിങ് മസ്റ്റായിട്ടുണ്ടാവും. ഈവൻ അത് പ്രൈം ലെൻസ് ആയാലും ടെലി ലെൻസ് ആയാലും സൂം ലെൻസ് ആയാലും വൈഡ് ലെൻസ് ആയാലും ഏതിനായാലും ഫോക്കസ് റിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് മിക്കവാറും എല്ലാതും ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും. അത് തിരിച്ച് നമുക്ക് വ്യൂ ഫൈൻഡറിലൂടെ നോക്കിക്കൊണ്ട് തിരിച്ച് ഷാർപ്പാക്കി വെച്ച് കിട്ടിയിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ക്യാമറയുടെ ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് ഒന്നും അത് വർക്ക് ചെയ്യത്തില്ല. കാരണം അത് ഡിസേബിൾ ചെയ്യുമ്പം പിന്നെ പ്യുവറായിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെൻസിൻ്റെ നമ്മൾ മാനുവലായിട്ട് കൊടുക്കുന്ന ലെൻസിൻ്റെ ഫോക്കസിനെ ബന്ധപ്പെടുത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട്
ദയവായിട്ട് സ്വിച്ച് ചേഞ്ച് ചെയ്യുന്ന സമയത്തും അഥവാ നമ്മൾ ബാഗിൽ ക്യാമറ വെച്ചിട്ട് പിന്നെ കുറച്ച് സമയത്ത് എടുക്കുമ്പോൾ അറിയാതെ ഈ സ്വിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നോക്കണം കറക്റ്റായിട്ട് അത് AF ആണോ പിന്നെ ഓട്ടോമാറ്റിക് ഫോക്കസ് ആണോ അതോ മാനുവൽ ഫോക്കസിലാണോ ആ സ്വിച്ച് സെലക്ഷൻ ഇട്ടിരിക്കുന്നതെന്ന് നോക്കണം. അല്ലാത്ത സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് ആവുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ ആ സ്വിച്ച് കറക്റ്റ് മോഡിലാണോ ചിലപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ ഇടയിലാണോ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ അത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫോക്കസിനെ കുറിച്ച് ബേസിക് ആയിട്ട് ആളുകൾ മനസ്സിലാക്കി ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു വരുന്ന സുഹൃത്തുക്കളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ലെൻസിനകത്ത് 2 തരമുണ്ട്, AF-ഉം ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും MF-ഉം ഉണ്ട്. ഇത് സൂക്ഷിക്കുക. രണ്ടാമത് ക്യാമറയ്ക്കകത്ത് തന്നെ AF പോയിന്റ്സ് പലത് കാണാൻ സാധിക്കും. അതിനകത്ത് ഓട്ടോമാറ്റിക് പോയിന്റ് കഴിവതും ഒഴിവാക്കുക. അല്ലാതെ സിംഗിൾ പോയിന്റ്, സോൺ പോയിന്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാം. ആ ഒരു പോയിന്റ് മാത്രം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു ഫോകം മാത്രമേ കിട്ടൂ എന്ന് വിചാരിക്കേണ്ട. അതിനെ F-സ്റ്റോപ്പ് സ്വാധീനിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, പഴയ ഒരു എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഒരു പോയിന്റ് സെലക്ഷൻ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് അല്പം സോഫ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടെ ഒരു ഫ്രെയിമിൽ ഫോക്കസ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് F-സ്റ്റോപ്പ് അപ്പച്ചർ വലിയൊരു ഘടകമാണ്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ആവുന്ന ഒരു മോഡൊന്നും സാധാരണ DSLR-ലില്ല. പിന്നെ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച്. പിന്നെ ഫോക്കസ് ആൻഡ് റീകമ്പോസ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അതും വളരെ ഉപകാരവും പല ആളുകൾക്കും പിന്നെ പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണത്, ഫോക്കസ് ആൻഡ് റീകമ്പോസ്. അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ സിംഗിൾ പോയിന്റ് ഒരെണ്ണം ഇട്ട് വെച്ചിരിക്കുക, എന്നിട്ട് കഴിവതും അതിനകത്ത് ഓട്ടോമാറ്റിക് മോഡ് ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ ലെൻസിനകത്തുള്ളത് ഓട്ടോ ഫോക്കസ് ഇട്ടിരുന്ന് എടുക്കുന്നതിനകത്ത് പ്രശ്നമില്ല, ഫാസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് കൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ലെൻസിൻ്റെ മോഡ് മാറ്റിയിട്ട് മാനുവൽ മോഡാക്കി അതും പ്രാക്ടീസ് ചെയ്യുക. ഈവൻ ഇത്തരം ഏതെങ്കിലും ഓട്ടോമാറ്റിക് അല്ലാത്ത ഒരുപാട് ലെൻസുകളുണ്ട്. കാൾസീസിൻ്റെ ലെൻസുകളൊക്കെ ഉണ്ട്, വില കൂടിയ ലെൻസുണ്ട്. പിന്നെ വീഡിയോഗ്രാഫിയിൽ ഒട്ടുമിക്കതും മാനുവൽ മോഡിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ലെൻസിനകത്ത് അവർ മാനുവൽ മോഡിലിട്ടിട്ടായിരിക്കും വീഡിയോഗ്രാഫിയിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോഗ്രാഫി DSLR വെച്ച് ചെയ്യുമ്പോൾ അതിന് ഫോളോ ഫോക്കസ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഘടിപ്പിച്ചിട്ട് അത് വെച്ച് തിരിച്ചാണ് ഫോളോ ഫോക്കസ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഫോളോ ഫോക്കസ്. ഇതിങ്ങനെ പിടിച്ച് തിരിച്ചാണ് വീഡിയോഗ്രാഫിയിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നോർമലി പിന്നെ വീഡിയോഗ്രാഫിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും മാനുവൽ ഫോക്കസാണ് ചെയ്യുന്നത്. പിന്നെ മാനുവൽ ഫോക്കസ് ഇട്ട് പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ കുറച്ച് ഓട്ടോ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം കുറച്ച് നമ്മുടെ പണി കുറച്ചും ഇരിക്കും. കാരണം പക്ഷേ അതിനകത്ത് സെലക്ഷൻ ഓട്ടോ ഫോക്കസിൽ തന്നെ ഏതാണോ വേണ്ടതെന്നുള്ള ഫുൾ ഓട്ടോ മോഡിലുള്ളത് സെലക്ട് ചെയ്യാതിരിക്കാം. അപ്പം ഇതെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത എപ്പിസോഡുകളിലേക്ക്. പിന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഭാഗത്ത് എന്തെങ്കിലും വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതവിടെ എഴുതി അറിയിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ദയവായി ഉടൻ തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന് ക്ഷമിക്കണം. അത് കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും അടുത്തൊരു എപ്പിസോഡ് നിങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡ് എന്തിനെക്കുറിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫേസ്ബുക്കിൽ അറിയിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.